ദ ആർട്ട് ഓഫ് ലേസിനെസ്. നമ്മൾ വളർന്ന സമൂഹത്തിൽ അലസത എന്നത് ഒരു കുറ്റമായാണ് പഠിപ്പിച്ചത്. രാവിലെ മുതൽ രാത്രി വരെ തിരക്കിലായിരിക്കണം, എപ്പോഴും എന്തെങ്കിലും ചെയ്യണം, വിശ്രമം പോലും ഒരു ബലഹീനതയാണ് എന്ന തരത്തിലുള്ള ചിന്തകൾ നമ്മളിൽ പതുക്കെ അടിഞ്ഞുകൂടി. പഠിക്കാതെ ഇരിക്കുന്ന കുട്ടിയും ജീവിതത്തിൽ ഒരു ഇടവേള എടുക്കുന്ന യുവാവും ചിന്തിക്കാൻ മാത്രം സമയം കണ്ടെത്തുന്ന ഒരാളും എല്ലാവരും ഒരേ വാക്കിൽ മുദ്രകുത്തപ്പെട്ടു: അലസൻ. പക്ഷേ ഈ നിരന്തര ഓട്ടം നമ്മളെ യഥാർത്ഥത്തിൽ എവിടെ എത്തിച്ചു എന്ന ചോദ്യം നാം അപൂർവമായി ചോദിക്കുന്നു. മാനസിക ക്ഷീണം, ശ്രദ്ധക്കുറവ്, അർത്ഥമില്ലാത്ത തിരക്ക്, ജീവിതത്തിൽ മുന്നോട്ടു പോകുന്നില്ല എന്ന തോന്നൽ, ഇതെല്ലാം ഇന്ന് സാധാരണ അനുഭവങ്ങളാണ്. നമ്മൾ നമ്മളോട് തന്നെ പറയുന്നത് ഒരേ വാക്കാണ്: എനിക്ക് അലസതയാണ്. ദ ആർട്ട് ഓഫ് ലേസിനെസ് അലസത എന്ന വാക്കിന് പിന്നിലെ തെറ്റിദ്ധാരണകൾ മാറ്റുന്ന പുസ്തകമാണ്. അലസതയെക്കുറിച്ച് നമ്മൾ പഠിച്ച തെറ്റായ പാഠങ്ങൾ ഈ പുസ്തകം തിരുത്തുന്നു. ദ ആർട്ട് ഓഫ് ലേസിനെസ് എന്ന പുസ്തകം അലസതയെ മഹത്വവൽക്കരിക്കുന്നില്ല, മറിച്ച് അലസത എന്ന് നമ്മൾ വിളിക്കുന്ന പല അവസ്ഥകളും യഥാർത്ഥത്തിൽ തെറ്റായ ജീവിത രീതികളുടെ ലക്ഷണങ്ങളാണെന്ന് തുറന്നു കാണിക്കുകയാണ്. നമ്മൾ ക്ഷീണിക്കുന്നത് അർത്ഥമില്ലാത്ത കാര്യങ്ങളിൽ ഊർജം കളയുന്നതുകൊണ്ടാണ്. നമ്മൾ മുന്നോട്ട് പോകാത്തത് കഴിവില്ലായ്മ കൊണ്ടല്ല, നമ്മൾ മുന്നോട്ട് പോകാത്തത് ദിശയില്ലായ്മ കൊണ്ടാണ്. അലസതയും ബുദ്ധിപൂർവമായ മന്ദഗതിയും. എല്ലാ മന്ദഗതിയും അലസതയല്ല. ചിലപ്പോൾ ഒന്നും ചെയ്യാതെ ഇരിക്കുന്നത് പുതിയ ചിന്തയ്ക്കായി ആവശ്യമാണ്. വിശ്രമം ഊർജം വീണ്ടെടുക്കാനുള്ള മാർഗമാണ്. എല്ലായ്പ്പോഴും തിരക്കിലായിരിക്കണമെന്നില്ല. ചിലപ്പോൾ പിന്നിലേക്ക് ഒരു സ്റ്റെപ്പ് വെച്ച് നിന്ന് നോക്കുമ്പോഴാണ് വഴി വ്യക്തമായി കാണുന്നത്. കുറച്ചു ചെയ്യുക, പക്ഷേ ബുദ്ധിപൂർവം ചെയ്യുക. ശരിയായ കാര്യങ്ങളിൽ മാത്രം ഊർജം ചെലവഴിക്കുക. ഇതാണ് ആർട്ട് ഓഫ് ലേസിനെസ്, അലസതയുടെ കല. നമ്മൾ ഉത്തരവാദിത്തങ്ങളെ എങ്ങനെ കാണുന്നു, ഭയത്തോടെങ്ങനെ പ്രതികരിക്കുന്നു, എന്തിനെല്ലാം മുൻഗണന നൽകുന്നു, ഇതൊക്കെയാണ് ജീവിതത്തിന്റെ ഗതി നിർണയിക്കുന്നത്. 100% റെസ്പോൺസിബിലിറ്റി. ജീവിതത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ നമ്മൾ സ്വാഭാവികമായി ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഇത് ആരുടെ തെറ്റാണ്? പലപ്പോഴും ആ ചോദ്യം നമ്മളിലേക്ക് തന്നെ തിരിയുന്നില്ല. കുടുംബത്തെ, സാഹചര്യങ്ങളെ, സാമ്പത്തിക അവസ്ഥയെ, വിദ്യാഭ്യാസ സംവിധാനത്തെ, ഭാഗ്യത്തെ എല്ലാം നമ്മൾ കുറ്റപ്പെടുത്തും. പക്ഷേ അവയെ മാത്രം നോക്കി നിൽക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വലിയ സത്യമുണ്ട്: നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണം നമ്മൾ തന്നെ സാഹചര്യങ്ങൾക്ക് വിട്ടുകൊടുക്കുകയാണ്. കുറ്റം ഇങ്ങനെ പുറത്തേക്ക് തള്ളുന്നത് ആശ്വാസം നൽകും, പക്ഷേ അതേസമയം നമ്മളെ പവർലെസ് ആക്കും. പ്രശ്നത്തിന് കാരണം മറ്റുള്ളവരാണെങ്കിൽ പരിഹാരത്തിനും അവരെ തന്നെയാണ് കാത്തിരിക്കേണ്ടത്. 100% റെസ്പോൺസിബിലിറ്റി എന്ന ആശയം പ്രസക്തമാകുന്നത് ഇവിടെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ മോശം കാര്യങ്ങൾക്കും നിങ്ങൾ തന്നെയാണ് കാരണം. ഇതൊരു ക്രൂരമായ ചിന്തയല്ല. എനിക്ക് സംഭവിക്കുന്ന കാര്യങ്ങളോട് ഞാൻ എങ്ങനെ പ്രതികരിക്കുന്നു, എന്ത് തീരുമാനങ്ങൾ എടുക്കുന്നു, എന്ത് നടപടി സ്വീകരിക്കുന്നു, അതിനുള്ള മുഴുവൻ ഉത്തരവാദിത്വവും എൻ്റേത് തന്നെയാണ്. ഇതാണ് 100% റെസ്പോൺസിബിലിറ്റി എന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം. സാഹചര്യങ്ങൾ തിരഞ്ഞെടുക്കാൻ നമുക്ക് സാധിക്കില്ല, പക്ഷേ അതിനോട് പ്രതികരിക്കുന്ന രീതി നമുക്ക് തന്നെ തിരഞ്ഞെടുക്കാനാകും. അവിടെയാണ് നമ്മുടെ ശക്തി. റെസ്പോൺസിബിലിറ്റി എടുക്കാത്ത ഒരാൾ വിക്ടിം മൈൻഡ് സെറ്റിൽ ജീവിക്കുന്നു. അവർ എപ്പോഴും പറയും: എനിക്ക് അവസരം കിട്ടിയില്ല, എൻ്റെ സമയം മോശമാണ്, ആരും എന്നെ സപ്പോർട്ട് ചെയ്തില്ല. ഇവയെല്ലാം ഭാഗികമായി സത്യമാകാം, പക്ഷേ വിക്ടിം മൈൻഡ് സെറ്റ് ഉള്ള ഒരാൾക്ക് ഒരു പൊതുവായ സ്വഭാവമുണ്ട്: അവർ മാറ്റം വരുത്താൻ ശ്രമിക്കില്ല. കാരണം അവരുടെ മനസ്സിൽ പ്രശ്നത്തിന്റെ ഉറവിടം പുറത്താണ്. 100% റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുമ്പോൾ ഈ മനോഭാവം മാറുന്നു. ഇത് സംഭവിച്ചു എന്നതിൽ നിന്ന് ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന ചോദ്യത്തിലേക്ക് നമ്മൾ നീങ്ങുന്നു. അവിടെയാണ് പ്രശ്നത്തിന്റെ ഓണർഷിപ്പ് തുടങ്ങുന്നത്. എക്സ്ക്യൂസസ് നമ്മളെ താൽക്കാലികമായി സംരക്ഷിക്കും. ഇത് എൻ്റെ തെറ്റല്ല എന്ന് പറയുമ്പോൾ മനസ്സിന് ശാന്തി കിട്ടും. പക്ഷേ ദീർഘകാലത്ത് ഇത്തരം എക്സ്ക്യൂസസ് നമ്മളെ ബന്ധിപ്പിച്ചിടുകയാണ്. അവ നമ്മളെ അതേ സ്ഥലത്ത് തന്നെ നിർത്തും. ഇപ്പോൾ മൂടില്ല, പറ്റിയ സമയം നോക്കാം, അവസരം വന്നാൽ തുടങ്ങാം. ഇതെല്ലാം നമ്മൾ സ്വയം ഉണ്ടാക്കുന്ന തടസ്സങ്ങളാണ്. റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന ഒരാൾ ഇത്തരം എക്സ്ക്യൂസസ് കുറയ്ക്കും. റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണം കൺട്രോൾ ആണ്. ജീവിതം നമ്മളോട് ചെയ്യുന്നതിൽ നമുക്ക് നിയന്ത്രണം ഇല്ലായിരിക്കാം, പക്ഷേ ജീവിതത്തോട് നമ്മൾ ചെയ്യുന്നത് എന്താണ് എന്നതിൽ പൂർണ്ണ നിയന്ത്രണം നമുക്കുണ്ട്.
പലർക്കും റെസ്പോൺസിബിലിറ്റി ഭാരം പോലെയാണ് തോന്നുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അത് സ്വാതന്ത്ര്യമാണ്. കാരണം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത ഒരാൾ കാത്തിരിക്കില്ല. അവർ തീരുമാനങ്ങൾ എടുക്കും. അവർ മുന്നോട്ട് നീങ്ങും. അവർ ചെറിയതെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കും. ഇത് പൂർണ്ണതയുടെ അവസ്ഥയല്ല. റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നവനും വീഴും. അവർക്കും തെറ്റും. അവരും പിന്നോട്ടു പോകും. പക്ഷേ അവർ അവിടെ തന്നെ നിൽക്കില്ല. കാരണം എനിക്കെന്റെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ കഴിയും എന്ന ഉറച്ച വിശ്വാസം അവരുടെ മനസ്സിൽ ഉണ്ടാകും. 100% റെസ്പോൺസിബിലിറ്റി എന്നത് ഒരു ദൈനംദിന പരിശീലനമാണ്. ഓരോ ദിവസവും നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ഒരു സമീപനം. ഒരു പ്രശ്നം വന്നാൽ ചോദിക്കുക, ഇതിൽ എൻ്റെ പങ്ക് എന്താണ്? ഇതിൽ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? എനിക്ക് നിയന്ത്രിക്കാവുന്ന കാര്യം ഏതാണ്? ഈ ചോദ്യങ്ങൾ നമ്മളെ കുറ്റബോധത്തിലേക്ക് നയിക്കില്ല, മറിച്ച് ബോധത്തിലേക്ക് നയിക്കും. 100% റെസ്പോൺസിബിലിറ്റി നമ്മളെ പെർഫെക്റ്റ് ആക്കാൻ ശ്രമിക്കുന്നില്ല. അത് നമ്മളെ പവർഫുൾ ആക്കുകയാണ്. ജീവിതം മാറണമെങ്കിൽ ആദ്യം മാറേണ്ടത് സാഹചര്യങ്ങളല്ല, മാറേണ്ടത് നമ്മുടെ ഓണർഷിപ്പാണ്. കംഫർട്ട് സോൺ ഈസ് യുവർ എനിമി. വളർച്ചയെ തടയുന്ന സുരക്ഷിതത്വം. കംഫർട്ട് സോൺ എന്ന വാക്ക് പലർക്കും നെഗറ്റീവായി തോന്നണമെന്നില്ല. കാരണം അതൊരു ആശ്വാസമുള്ള സ്ഥലമാണ്. നമുക്ക് പരിചിതമായ കാര്യങ്ങൾ, നമ്മൾ നേരത്തെ പരീക്ഷിച്ച വഴികൾ, പരാജയ സാധ്യത കുറവുള്ള തീരുമാനങ്ങൾ, ഇവയെല്ലാം നമുക്ക് സുരക്ഷിതമായി തോന്നും. മനസ്സിന് സമാധാനം തരുന്ന ഈ അവസ്ഥയെ നാം സ്വാഭാവികമായി തിരഞ്ഞെടുക്കുന്നു. പക്ഷെ പ്രശ്നം കംഫർട്ട് സോൺ ഉണ്ടാകുന്നതിലല്ല, നമ്മൾ അവിടെ തന്നെ കുടുങ്ങിപ്പോകുന്നതിലാണ്. തുടക്കത്തിൽ അത് നമ്മളെ സംരക്ഷിക്കുന്ന ഒരു കവചമായിരിക്കാം. പക്ഷേ കാലക്രമേണ അതേ കവചം തന്നെ നമ്മളെ വളരാൻ അനുവദിക്കാത്ത ഒരു തടസ്സമായി മാറുന്നു. കംഫർട്ട് സോൺ നമ്മളോട് ഒരുപാട് വാഗ്ദാനം ചെയ്യും. ഇവിടെ സുരക്ഷിതമാണ്. ഇവിടെ നിന്നാൽ നിനക്ക് പരാജയം ഉണ്ടാകില്ല. ഇവിടെ നിന്നാൽ ആരും നിന്നെ വിമർശിക്കില്ല. ഈ വാഗ്ദാനങ്ങൾ ആകർഷകമാണ്. കാരണം മനുഷ്യ മനസ്സ് അപകടങ്ങൾ ഒഴിവാക്കാൻ പ്രോഗ്രാം ചെയ്തതാണ്. പരാജയ ഭയം, വിമർശിക്കപ്പെടുമോ എന്ന പേടി, മറ്റുള്ളവർ നമ്മളെ എങ്ങനെ കാണും എന്ന ആശങ്ക, ഇതെല്ലാം നമ്മളെ കംഫർട്ട് സോണിൽ പിടിച്ചിരുത്തുന്നു. പുതിയൊരു സ്കിൽ പഠിക്കാൻ മടിക്കുന്ന വിദ്യാർത്ഥിയും, സ്വന്തം അഭിപ്രായം തുറന്നു പറയാൻ മടിക്കുന്ന യുവാവും, പുതിയ ആശയം പരീക്ഷിക്കാത്ത ഒരു ക്രിയേറ്ററും, ഇവർ എല്ലാവരും അലസരല്ല, അവർ ഭയത്തോട് പ്രതികരിക്കുകയാണ്. കംഫർട്ട് സോണിൽ നിന്നാൽ നിങ്ങൾ വളരില്ല. സുരക്ഷയുണ്ടാകും, പക്ഷേ പുരോഗതിയില്ല. സ്ഥിരത ഉണ്ടാകും, പക്ഷേ മുന്നേറ്റമില്ല. ഈ നിശ്ചലതയെ നമ്മൾ പതുക്കെ ജീവിതത്തിന്റെ സാധാരണ അവസ്ഥയായി അംഗീകരിക്കുമ്പോഴാണ് വർഷങ്ങൾ ഒന്നും ചെയ്യാതെ നമ്മളെ കടന്നുപോകുന്നത്. വളർച്ച ഒരിക്കലും പൂർണ്ണ ആശ്വാസത്തിന്റെ നടുവിൽ ആരംഭിക്കില്ല. അത് തുടങ്ങുന്നത് അല്പം അസ്വസ്ഥതയുള്ള സ്ഥലത്തായിരിക്കും. ആദ്യം സംശയമുണ്ടാകും, പിന്നെ പേടി, ചിലപ്പോൾ പരാജയം. പക്ഷേ അതിനൊപ്പം തന്നെ പുതിയ കഴിവുകളും പുതിയ ആത്മവിശ്വാസവും ഉണ്ടാകും. ഒരു പുതിയ ഭാഷ പഠിക്കുമ്പോൾ ആദ്യ ദിവസങ്ങളിൽ തോന്നുന്ന അസ്വസ്ഥത, ഒരു പുതിയ വേദിയിൽ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആശങ്ക, ഒരു പുതിയ തീരുമാനമെടുക്കുമ്പോൾ അനുഭവപ്പെടുന്ന അശാന്തി, ഇതൊക്കെയാണ് വളർച്ചയുടെ ആദ്യ ലക്ഷണങ്ങൾ. കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഓരോ ചെറിയ ചുവടും നമ്മളെ കൂടുതൽ ശക്തരാക്കുകയാണ്. ഒരൊറ്റ ദിവസം കൊണ്ട് ജീവിതം മാറണമെന്നില്ല. പക്ഷേ ഓരോ ദിവസവും കംഫർട്ട് സോണിന്റെ അതിരിൽ നിന്ന് ഒരു ചെറിയ ചുവട് പുറത്തേക്ക് വെക്കുക. ഈ ചെറിയ ചുവടുകൾ ഒന്നിച്ചു ചേർന്നാൽ ഒരാൾ പിന്നെ പഴയ പോലെ ആയിരിക്കില്ല. മാറ്റം ശബ്ദമില്ലാതെ സംഭവിക്കും. ഒരു ദിവസം പിന്നോട്ട് നോക്കുമ്പോൾ ഞാൻ എവിടെ നിന്നാണ് ഇവിടെ എത്തിയത് എന്ന് നമ്മൾ തന്നെ അത്ഭുതപ്പെടും. കംഫർട്ട് സോൺ വിടുക എന്നത് എല്ലാം ഉപേക്ഷിച്ച് ഉത്തരവാദിത്തമില്ലാത്ത റിസ്കുകൾ എടുക്കുക എന്നല്ല. ഇതൊരു ബോധപൂർവമായ തീരുമാനമാണ്. വളർച്ചയ്ക്കായി അല്പം അസൗകര്യം സ്വീകരിക്കുക എന്ന തീരുമാനം. ഇവിടെ ധൈര്യം എന്നത് ഭയം ഇല്ലാത്ത അവസ്ഥയല്ല, ഭയമുണ്ടായിട്ടും മുന്നോട്ട് തന്നെ നീങ്ങാനുള്ള തീരുമാനമാണ്. കംഫർട്ട് സോൺ വിടുന്ന ഓരോ തവണയും നമ്മൾ നമ്മുടെ തന്നെ പരിധികളെ അല്പം വികസിപ്പിക്കുന്നു. കംഫർട്ട് സോൺ നിങ്ങളെ സംരക്ഷിക്കും, പക്ഷേ അതിനപ്പുറമാണ് നമ്മുടെ യഥാർത്ഥ സാധ്യതകൾ. സെൽഫ് ഡിസിപ്ലിൻ, സ്വാതന്ത്ര്യത്തിലേക്കുള്ള കഠിനമായ വഴി. സെൽഫ് ഡിസിപ്ലിൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ പലർക്കും മനസ്സിൽ വരുന്നത് കടുപ്പമുള്ള ഒരു ജീവിതമാണ്. സന്തോഷമില്ലാത്ത ദിനചര്യ, കർശനമായ നിയമങ്ങൾ, സ്വന്തം ആഗ്രഹങ്ങളെ അടിച്ചമർത്തൽ. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. സെൽഫ് ഡിസിപ്ലിൻ എന്നത് സ്വയം ശിക്ഷയല്ല, സ്വയം നയിക്കലാണ്. നമുക്ക് ചെയ്യാൻ തോന്നുന്നതും നമ്മൾ ചെയ്യേണ്ടതുമായ കാര്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ
ചെയ്യേണ്ട കാര്യങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള ശേഷിയാണ് സെൽഫ് ഡിസിപ്ലിൻ. അതൊരാൾക്ക് ജീവിതത്തിന്റെ ദിശ തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്ന ശക്തിയാണ്. പലരും ജീവിതമാറ്റങ്ങൾ പ്രചോദനങ്ങളിൽ നിന്ന് തുടങ്ങും. ഒരു വീഡിയോ, ഒരു പുസ്തകം, ഒരു പ്രസംഗം, അതിൽ നിന്ന് ഊർജം ലഭിക്കും. പക്ഷേ ആ ഊർജം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ മങ്ങിപ്പോകും. അവിടെയാണ് പലരും തോൽക്കുന്നത്. സെൽഫ് ഡിസിപ്ലിൻ ഇത്തരം പ്രചോദനങ്ങളെ ആശ്രയിക്കുന്നില്ല. മനസ്സില്ലാത്ത ദിവസങ്ങളിലും ക്ഷീണിച്ച സമയങ്ങളിലും ആരും നോക്കാത്ത നിമിഷങ്ങളിലും പ്രവർത്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് ഡിസിപ്ലിനാണ്. പ്രചോദനം ഒരു തീപ്പൊരിയാണെങ്കിൽ ഡിസിപ്ലിൻ ഒരു സ്ഥിരം ജ്വാലയാണ്. മനുഷ്യ മനസ്സ് ഉടനടി സന്തോഷം തേടുന്ന ഒന്നാണ്. സോഷ്യൽ മീഡിയ, വിനോദങ്ങൾ, സൗകര്യങ്ങൾ എല്ലാം ഇപ്പോഴത്തെ സുഖത്തിനാണ് വാഗ്ദാനം നൽകുന്നത്. പക്ഷേ ലക്ഷ്യങ്ങൾ ഭാവിയിലേക്കാണ് നമ്മളെ വിളിക്കുന്നത്. പഠനം, ആരോഗ്യ പരിപാലനം, കഴിവുകളുടെ വളർച്ച ഇവയൊന്നും ഉടൻ ഫലം തരില്ല. പക്ഷേ ദീർഘകാലത്തിൽ അത് നമ്മളിൽ പ്രതിഫലിക്കും. സെൽഫ് ഡിസിപ്ലിൻ എന്നത് ഈ രണ്ടിനുമിടയിൽ ശരിയായത് തിരഞ്ഞെടുക്കാനുള്ള ബുദ്ധിയാണ്. ഇന്നത്തെ ചെറിയ സുഖങ്ങൾ നിയന്ത്രിച്ച് നാളെയുടെ വലിയ വിജയത്തിനായി പ്രവർത്തിക്കാൻ നമ്മളെ തയ്യാറാക്കുന്നത് ഡിസിപ്ലിനാണ്. സെൽഫ് ഡിസിപ്ലിൻ ജന്മസിദ്ധമായ ഗുണമല്ല, അത് പരിശീലനത്തിലൂടെ വളർത്തിയെടുക്കാവുന്ന ഒരു കഴിവാണ്. ഒരാൾ ദിവസേന ചെയ്യുന്ന ചെറിയ തീരുമാനങ്ങളിലൂടെയാണ് ഡിസിപ്ലിൻ രൂപപ്പെടുന്നത്. സെൽഫ് ഡിസിപ്ലിൻ എന്നാൽ സ്വയം കടുപ്പമായി വിമർശിക്കുക എന്നതല്ല. പലരും ചെറിയ തെറ്റുകൾ സംഭവിച്ചാൽ എല്ലാം ഉപേക്ഷിക്കും, എനിക്കൊന്നും പറ്റില്ല എന്ന് തീരുമാനിക്കും. ഇത് ഡിസിപ്ലിൻ അല്ല, അത് ആത്മവിശ്വാസത്തിന്റെ നാശമാണ്. ഡിസിപ്ലിൻ എന്നത് വീണ്ടും വീണ്ടും ശ്രമിക്കാൻ പഠിക്കുന്നതാണ്. വീണാലും എഴുന്നേൽക്കാൻ പഠിക്കുന്നതാണ്. ഒരു ദിവസം പാളിച്ചയുണ്ടായാൽ തന്നെ അടുത്ത ദിവസം അത് തുടരണം. സ്വയം ശത്രുവാകാതെ സ്വയം മാർഗദർശിയാകുക, അതാണ് യഥാർത്ഥ സെൽഫ് ഡിസിപ്ലിൻ. സെൽഫ് ഡിസിപ്ലിൻ വലിയ തീരുമാനങ്ങളിൽ മാത്രമല്ല പ്രകടമാകുന്നത്. അത് നമ്മുടെ ദിവസേനയുള്ള ചെറിയ പ്രവൃത്തികളിലാണ് തെളിയുന്നത്. സമയം പാലിക്കൽ, വാഗ്ദാനം പാലിക്കൽ, ശ്രദ്ധയോടെ ജോലി ചെയ്യൽ, അനാവശ്യമായ കാര്യങ്ങൾക്ക് ഇല്ല എന്ന് പറയൽ, ഇതെല്ലാം ഡിസിപ്ലിൻ്റെ രൂപങ്ങളാണ്. ഇത്തരം ചെറിയ കാര്യങ്ങൾ സ്ഥിരമായി ചെയ്യുമ്പോൾ ഒരാൾക്ക് സ്വന്തം ജീവിതത്തിൽ വിശ്വാസമുണ്ടാകുന്നു. ഞാൻ തീരുമാനിച്ചാൽ അത് നടപ്പാക്കാൻ എനിക്ക് കഴിയും എന്ന വിശ്വാസം, അതാണ് ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. വർക്ക് ഓൺ ദ റൈറ്റ് തിങ്സ്, ശരിയായ കാര്യങ്ങളിൽ പ്രവർത്തിക്കുക. ഇന്നത്തെ ജീവിതത്തിൽ പലരും അത്യന്തം തിരക്കിലാണ്. രാവിലെ മുതൽ രാത്രി വരെ ജോലി, പഠനം, മീറ്റിങ്ങുകൾ, നോട്ടിഫിക്കേഷനുകൾ. എനിക്ക് സമയമില്ല എന്ന വാക്യം നാം അഭിമാനത്തോടെ പറയുന്ന കാലമാണിത്. പക്ഷേ ഒരു പ്രധാന ചോദ്യമുണ്ട്. ഇത്രയും തിരക്കുണ്ടെങ്കിലും നമ്മൾ ശരിക്കും മുന്നോട്ട് പോകുന്നുണ്ടോ? വർക്ക് ഓൺ ദ റൈറ്റ് തിങ്സ് എന്ന അധ്യായം നമ്മളോട് ചോദിക്കുന്നത് നിങ്ങൾ കഠിനമായി ജോലി ചെയ്യുന്നുണ്ടോ എന്നല്ല, നിങ്ങൾ ചെയ്യുന്നത് ശരിയായ കാര്യങ്ങളാണോ എന്നാണ്. എല്ലാ ശ്രമവും ഒരുപോലെ മൂല്യമുള്ളതല്ല. മനുഷ്യർ പലപ്പോഴും ഒരുപാട് കാര്യങ്ങളിൽ ഒരേ സമയം ഏർപ്പെടും. എല്ലാം പ്രധാനമാണ് എന്ന് കരുതി എല്ലാം ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ എല്ലാ ശ്രമങ്ങളും ഒരേ ഫലം തരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ചില പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. ചിലത് വെറുതെ സമയമെടുത്ത് നമ്മളെ തിരക്കുള്ളവരായി മാറ്റും. ശരിയായ കാര്യങ്ങൾ കണ്ടെത്താതെ കഠിനാധ്വാനം ചെയ്താൽ അത് മുന്നേറ്റമല്ല ഉണ്ടാക്കുക, ക്ഷീണമായിരിക്കും. ശരിയായ കാര്യങ്ങൾ എന്നാൽ അടിയന്തരമായി തോന്നുന്നവ മാത്രമല്ല, ദീർഘകാലത്തിൽ പ്രാധാന്യമുള്ളവയാണ്. ഉടൻ ഫലം കാണിക്കാത്ത പക്ഷേ പിന്നീട് വലിയ നേട്ടങ്ങൾ നൽകുന്ന കാര്യങ്ങൾ. നമ്മുടെ കഴിവുകൾ വികസിപ്പിക്കൽ, നമ്മുടെ ആരോഗ്യം പരിപാലിക്കൽ, നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കൽ, നമ്മുടെ ദീർഘകാല ലക്ഷ്യങ്ങൾക്കായി അടിത്തറ പാകൽ, ഇവയൊന്നും ഇപ്പോൾ തന്നെ ഫലം തരണമെന്നില്ല. അതുകൊണ്ടാണ് പലരും ഇവ ഒഴിവാക്കുന്നത്. പക്ഷേ ജീവിതത്തിന്റെ ഗുണമേന്മ നിർണ്ണയിക്കുന്നത് ഇതേ കാര്യങ്ങൾ തന്നെയാണ്. ബിസി വർക്ക് എന്നത് നമ്മളെ വളരെ തിരക്കുള്ളവരായി തോന്നിപ്പിക്കുന്ന പക്ഷേ യഥാർത്ഥത്തിൽ മുന്നോട്ട് നയിക്കാത്ത പ്രവർത്തനങ്ങളാണ്. അനാവശ്യമായ ഇമെയിലുകൾ, അനാവശ്യമായ മീറ്റിങ്ങുകൾ, നിരന്തരമായ സോഷ്യൽ മീഡിയ സ്ക്രോളിംഗ്, ഇതെല്ലാം ബിസി വർക്കിന്റെ ഉദാഹരണങ്ങളാണ്. ഇവ ചെയ്യുമ്പോൾ ഞാൻ എന്തോ ചെയ്യുകയാണ് എന്ന ഒരു തൃപ്തി ലഭിക്കും. പക്ഷെ ദിവസത്തിന്റെ അവസാനം ചോദിക്കണം, ഇന്ന് ഞാൻ ചെയ്തതിൽ എൻ്റെ ലക്ഷ്യത്തിലേക്ക് എന്നെ അടുപ്പിച്ചത് എന്താണ്? ശരിയായ കാര്യങ്ങൾ പലപ്പോഴും അസ്വസ്ഥത ഉണ്ടാക്കും. ശരിയായ കാര്യങ്ങൾ ചെയ്യുന്നത് എളുപ്പമല്ല. അവ കൂടുതൽ ശ്രദ്ധ ആവശ്യപ്പെടും. ഉടൻ പ്രശംസ ലഭിക്കില്ല. ചിലപ്പോൾ ബുദ്ധിമുട്ടും ബോറടിപ്പിക്കുന്നതുമായിരിക്കും. അതുകൊണ്ടാണ് മനസ്സ് നമ്മളെ എളുപ്പമുള്ള, ഉടനടി സന്തോഷം തരുന്ന കാര്യങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നത്.
പക്ഷേ ദ ആർട്ട് ഓഫ് ലേസിനെസ് നമ്മളോട് പറയുന്നത് ഇതാണ്: അലസതയെ ജയിക്കണമെങ്കിൽ എളുപ്പമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യരുത്. വർക്ക് ഓൺ ദ റൈറ്റ് തിങ്സ് എന്നത് എല്ലാം ചെയ്യണം എന്ന മനോഭാവം ഉപേക്ഷിക്കലാണ്. ചില കാര്യങ്ങൾ പ്രധാനമാണ്, ചിലത് ഒഴിവാക്കേണ്ടതാണ്. എല്ലാത്തിനും അതെ എന്ന് പറയുന്ന ഒരാൾക്ക് ശരിയായ കാര്യങ്ങൾ ചെയ്യാൻ സമയം കിട്ടില്ല. ഇവിടെ ഇല്ല എന്ന് പറയാനുള്ള ധൈര്യം ആവശ്യമാണ്. അനാവശ്യമായ ക്ഷണങ്ങൾക്ക്, നമ്മുടെ ശ്രദ്ധ ചിതറിപ്പോകുന്ന പ്രവർത്തനങ്ങൾക്ക്, നമ്മുടെ ലക്ഷ്യവുമായി ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾക്ക് എല്ലാം ഇല്ല എന്ന് പറയുക. ഒരാൾ ശരിയായ കാര്യങ്ങളിൽ സ്ഥിരമായി ജോലി ചെയ്യുമ്പോൾ വലിയ മാറ്റങ്ങൾ പതുക്കെ സംഭവിക്കും. ആദ്യം പുറത്തേക്കത് കാണില്ല, പക്ഷേ ഉള്ളിൽ നമ്മൾ വളരാൻ തുടങ്ങും. കൂടുതൽ വ്യക്തതയുണ്ടാകും, സമ്മർദ്ദം കുറയും, സ്ഥിരതയുള്ള പുരോഗതി ഉണ്ടാകും, സ്വന്തം സമയത്തെ നിയന്ത്രിക്കാനുള്ള കഴിവ് നമുക്കുണ്ടാകും. ഇതെല്ലാം ഒരേ ദിവസം സംഭവിക്കുന്നതല്ല, പക്ഷേ ഒരിക്കൽ സംഭവിച്ചാൽ പിന്നെ ജീവിതം പഴയ പോലെ ആയിരിക്കില്ല. ഇന്ന് ഞാൻ ചെയ്തതിൽ ഏറ്റവും മൂല്യമുള്ളത് എന്താണ്? ഇത് ദീർഘകാലത്തിൽ എനിക്ക് ഗുണം ചെയ്യുമോ? തിരക്കാണോ പുരോഗതിയാണോ ഞാൻ തിരഞ്ഞെടുക്കുന്നത്? ഈ ചോദ്യങ്ങൾ സ്ഥിരമായി ചോദിക്കുമ്പോൾ ജീവിതത്തിൻ്റെ ദിശ തന്നെ പതുക്കെ മാറും. നിങ്ങളുടെ ഊർജം പരിമിതമാണ്, നിങ്ങളുടെ സമയം അമൂല്യമാണ്. അത് ചെലവഴിക്കേണ്ടത് ശരിയായ കാര്യങ്ങളിലാണ്. ശ്രമം കുറച്ചാലും ദിശ ശരിയാണ് എങ്കിൽ ജീവിതം മുന്നോട്ട് തന്നെ പോകും. ഡോണ്ട് ബി എ പെർഫെക്ഷനിസ്റ്റ്. നമ്മൾ എല്ലാം തികഞ്ഞവരാകണമെന്നില്ല. ഞാൻ പെർഫെക്ഷനിസ്റ്റാണ് എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് അഭിമാനമാണ്. എല്ലാം കൃത്യമായിരിക്കണം, തെറ്റില്ലാതെ ആയിരിക്കണം, മികച്ചതായിരിക്കണം. ഇതൊക്കെ നല്ലതായി തോന്നും. പക്ഷേ പൂർണ്ണതയുടെ ഈ മോഹം പലപ്പോഴും പുരോഗതിയുടെ ഏറ്റവും വലിയ ശത്രുവായി മാറുന്നു. പൂർണ്ണത തേടിയാൽ പലപ്പോഴും പ്രവർത്തനം തുടങ്ങാതെ അവിടെ തന്നെ നിൽക്കും. പലരും ജോലികൾ തുടങ്ങാതെ ഇരിക്കുന്നതിന് പറയുന്ന പ്രധാന കാരണം ഇതിന് ഞാൻ ഇനിയും തയ്യാറായില്ല എന്നതാണ്. ഇനിയും പഠിക്കേണ്ടതുണ്ട്, ഇനിയും പ്ലാൻ ചെയ്യേണ്ടതുണ്ട്, ഇനിയും മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. ഈ വാക്കുകൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്നത് പെർഫെക്ഷനിസമാണ്. പൂർണ്ണമായി തയ്യാറാകുന്നതുവരെ തുടങ്ങില്ല എന്ന തീരുമാനമാണ് പലരെയും ഒരിക്കലും തുടങ്ങാതെ ഇരിക്കാൻ ഇടയാക്കുന്നത്. ഇത് അലസതയായി തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ അത് ഭയത്തിൻ്റെ മറ്റൊരു രൂപമാണ്. പെർഫെക്ഷനിസ്റ്റായ ഒരാൾക്ക് പിഴവുകൾ സഹിക്കാനാവില്ല. ഒരു ചെറിയ തെറ്റ് പോലും അവരെ ഉള്ളിൽ നിന്ന് തകർക്കും. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന ആശങ്ക, വിമർശനം ഏറ്റെടുക്കാൻ കഴിയാത്ത മനോഭാവം, ഇതെല്ലാം ചേർന്ന് പ്രവർത്തനം തന്നെ മുടക്കും. പക്ഷേ പിഴവുകളില്ലാതെ ഒന്നും പഠിക്കാനാവില്ല, പരാജയങ്ങളില്ലാതെ വളർച്ചയുമില്ല. ആക്ഷനാണ് യഥാർത്ഥ അധ്യാപകൻ. പൂർണ്ണത തേടുന്നതിന് പകരം പ്രവർത്തനം തിരഞ്ഞെടുക്കുമ്പോൾ ജീവിതം നമ്മളെ പഠിപ്പിക്കാൻ തുടങ്ങും. ഒരു കാര്യത്തിൽ ഇറങ്ങുമ്പോൾ മാത്രമേ അതിൻ്റെ യഥാർത്ഥ ബുദ്ധിമുട്ടുകളും സാധ്യതകളും നമുക്ക് മനസ്സിലാകൂ. ആദ്യ ശ്രമം ഒരിക്കലും പൂർണ്ണമായിരിക്കില്ല, പക്ഷേ അതാണ് തുടർച്ചയ്ക്ക് വഴിയൊരുക്കുന്നത്. ചെറിയ തെറ്റുകൾ തിരുത്തിക്കൊണ്ടാണ് യഥാർത്ഥ മെച്ചപ്പെടൽ ഉണ്ടാകുന്നത്. പെർഫെക്ഷനിസം നമ്മളെ പ്ലാനിങ്ങിൽ കൊടുക്കുമ്പോൾ ആക്ഷൻ നമ്മളെ മുന്നോട്ട് നയിക്കുന്നു. പെർഫെക്ഷനിസം ഉള്ളവരുടെ ആത്മവിശ്വാസം സ്വന്തം ശ്രമത്തിലല്ല, ഫലത്തിൻ്റെ പൂർണ്ണതയെ ആണ് ആശ്രയിക്കുന്നത്. ഫലത്തിൽ അല്പം പാളിച്ച ഉണ്ടായാൽ അവർ സ്വയം സംശയിക്കാൻ തുടങ്ങും. പക്ഷേ തെറ്റുകൾ തിരുത്തി പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ആത്മവിശ്വാസം അനുഭവങ്ങളിലൂടെയാണ് വരുന്നത്. ഓരോ ശ്രമവും, ഓരോ തിരുത്തലും, ഓരോ മുന്നേറ്റവും ആത്മവിശ്വാസം കൂട്ടും. പൂർണ്ണതയേക്കാൾ പുരോഗതിയെ തിരഞ്ഞെടുക്കുക എന്നതാണ് ഏറ്റവും മെച്ചപ്പെടാനുള്ള വഴി. ഇന്ന് അല്പം മെച്ചപ്പെട്ടാൽ മതി, ഇന്നലത്തേക്കാൾ മുന്നോട്ട് പോയാൽ മതി, നാളെ വീണ്ടും മെച്ചപ്പെടുത്താം. ഇതായിരിക്കണം നമ്മുടെ മനോഭാവം. ജീവിതം ഒരു ഡ്രാഫ്റ്റ് എഴുത്ത് പോലെയാണ്. തിരുത്തലുകൾക്ക് അവസരമുണ്ട്. ആദ്യ വരി തന്നെ പൂർണ്ണമായിരിക്കണം എന്ന് കരുതിയാൽ പുസ്തകം ഒരിക്കലും എഴുതപ്പെടില്ല. നിങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും വലിയ തടസ്സം നിങ്ങളുടെ തന്നെ ഉയർന്ന പ്രതീക്ഷകളാകരുത്. പിഴവുകളെ ശത്രുവായി കാണരുത്. അവയാണ് നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകർ. തുടങ്ങുക, പിഴവുകൾ അനുവദിക്കുക, തിരുത്തുക, മുന്നോട്ടു പോവുക. ഡോണ്ട് ബി മീഡിയോക്കർ. ശരാശരിയിൽ ഒതുങ്ങരുത്. അധികം മുന്നോട്ടു പോകാതെ, അധികം പിന്നിലാകാതെ നടുവിൽ നിന്നാൽ ആരും കുറ്റം പറയില്ല. പരാജയ ഭയവും വിമർശന ഭയവും ഒഴിവാക്കാൻ ശരാശരി ജീവിതം ഒരു ആശ്വാസ മാർഗമായി മാറുന്നു. പക്ഷേ ഈ ആശ്വാസത്തിന്റെ വില വലുതാണ്. ശരാശരിയിൽ ഒതുങ്ങുമ്പോൾ നമ്മൾ നമ്മുടെ യഥാർത്ഥ ശേഷികളെ തന്നെ നിഷേധിക്കുകയാണ്. ശരാശരി എന്നാൽ ഒരിക്കലും മുന്നേറ്റമല്ല, അതൊരു നിശ്ചല അവസ്ഥയാണ്. ഇന്നലത്തെ പോലെ തന്നെ ഇന്ന്,
ഇന്നത്തെ പോലെ തന്നെ നാളെ മാറ്റമില്ലാത്ത ഒരു ചക്രം. ഇതിൽ വലിയ ദുരിതമില്ല എന്ന് തോന്നുമെങ്കിലും സമയം കടന്നു പോകുമ്പോൾ ഉള്ളിലെ അതൃപ്തി വളരും. എനിക്ക് ഇതിലും കൂടുതൽ ചെയ്യാമായിരുന്നു എന്ന ചിന്തയാണ് ശരാശരിയുടെ ഏറ്റവും വലിയ ശിക്ഷ. അത് പുറത്ത് കാണിക്കാത്ത, ഉള്ളിൽ കത്തുന്ന ഒരു പശ്ചാത്താപമാണ്. മീഡിയോക്രിറ്റി പലപ്പോഴും കഴിവുകളുടെ കുറവല്ല, ശ്രമമില്ലായ്മയും ശ്രദ്ധയില്ലായ്മയുമാണ് നമ്മളെ ശരാശരിയിൽ ഒതുക്കുന്നത്. ശരിയായ കാര്യങ്ങളിൽ സ്ഥിരമായി പരിശ്രമിച്ചാൽ ഒരാൾക്ക് മിക്ക മേഖലകളിലും ശരാശരിയെ കടന്നു പോകാൻ കഴിയും. പക്ഷേ അതിന് ഒരൊറ്റ കാര്യം വേണം: ഉദ്ദേശപൂർവമായ ശ്രമം. ഡോൺ ബി മീഡിയോക്കർ എന്നാൽ ലോകം മാറ്റുന്ന നേട്ടങ്ങൾ മാത്രം ലക്ഷ്യമിടുക എന്നല്ല അർത്ഥം. അത് ചെറിയ കാര്യങ്ങളിലും മികച്ചത് ചെയ്യാനുള്ള മനോഭാവമാണ്. ഒരു വിദ്യാർത്ഥി പഠിക്കുന്നത് പാസ്സാകാൻ മാത്രമല്ല, മനസ്സിലാക്കാൻ കൂടിയാണ്. ഒരു ക്രിയേറ്റർ കണ്ടന്റ് ഇടുന്നത് അൽഗോരിതത്തെ ജയിക്കാൻ വേണ്ടി മാത്രമല്ല, മൂല്യം ഉണ്ടാക്കാനാണ്. ഒരു ജോലി ചെയ്യുന്നത് ശമ്പളത്തിനായി മാത്രമല്ല, നൈപുണ്യം നേടാൻ കൂടിയാണ്. ശരാശരിയിലേക്ക് നമ്മളെ തള്ളിവിടുന്നത് പലപ്പോഴും സ്ഥിരതയുടെ അഭാവമാണ്. ആദ്യ ദിവസങ്ങളിൽ ഉത്സാഹമുണ്ടാകും, പിന്നെ മടി, പിന്നെ ഇടവേള, ഒടുവിൽ ശരാശരി ഫലങ്ങൾ. സ്ഥിരമായ, ഒരുപക്ഷെ ബോറടിപ്പിക്കുന്ന ശ്രമങ്ങളിൽ നിന്നാണ് മികച്ച ഫലങ്ങൾ ഉണ്ടാവുന്നത്. ഡിസിപ്ലിനും ഫോക്കസിനും ഇവിടെ വലിയ പങ്കുണ്ട്. മീഡിയോക്രിറ്റി നിലനിൽക്കാൻ സഹായിക്കുന്ന മറ്റൊരു കാര്യം മറ്റുള്ളവരുമായി നിരന്തരമായ താരതമ്യമാണ്. അവനേക്കാൾ ഞാൻ മെച്ചമാണ്, ഇവിടെ എല്ലാവരും ഇതുപോലെ തന്നെയല്ലേ? ഇത്തരം ചിന്തകൾ നമ്മളെ തൽക്കാലം ശാന്തരാക്കും. പക്ഷേ ശരിയായ താരതമ്യം നിങ്ങളോട് തന്നെയാണ് വേണ്ടത്. ഇന്നലത്തെ നിങ്ങളും ഇന്നത്തെ നിങ്ങളും തമ്മിൽ. നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടോ എന്നതാണ് പ്രധാനമാകുന്നത്, മറ്റുള്ളവരുടെ വേഗമല്ല. കംഫർട്ട് സോണിൽ തുടരുന്ന ഒരാൾക്ക് മീഡിയോക്രിറ്റി വളരെ എളുപ്പമാണ്. കാരണം അവിടെ വെല്ലുവിളികളില്ല, അസ്വസ്ഥതയില്ല, വളർച്ചയ്ക്ക് ആവശ്യമുള്ള സമ്മർദ്ദമില്ല. ഡോൺ ബി മീഡിയോക്കർ എന്ന സന്ദേശം നമ്മളെ വീണ്ടും കംഫർട്ട് സോണിന് പുറത്തേക്ക് വിളിക്കുന്നു. അല്പം അധികം ശ്രമിക്കുക, അല്പം കൂടുതൽ ശ്രദ്ധ നൽകുക, അല്പം മെച്ചപ്പെടുത്തുക. ഈ ചെറിയ കാര്യങ്ങളാണ് ശരാശരിയെ തകർക്കുന്നത്. നിങ്ങൾ ലോകത്തിലെ ഏറ്റവും മികച്ചവനാകണം എന്നില്ല, പക്ഷേ നിങ്ങൾക്ക് കഴിയുന്നതിൽ താഴെ ജീവിക്കരുത്. ശരാശരിയിൽ ഒതുങ്ങുന്നത് എളുപ്പമാണ്, പക്ഷേ നിങ്ങളുടെ കഴിവുകളോട് നീതി ചെയ്യണം. ഇടയിൽ ഒതുങ്ങിപ്പോകുന്നത് സുരക്ഷിതമായേക്കാം, പക്ഷേ മുന്നോട്ടു പോകുന്നവരാണ് ജീവിതം അനുഭവിക്കുന്നത്. ദ മിത്ത് ഓഫ് മൾട്ടി ടാസ്കിംഗ്. ഒരേ സമയം എല്ലാം ചെയ്യാം എന്ന തെറ്റിദ്ധാരണ. ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്യുന്നത് കാര്യക്ഷമതയുടെ അടയാളമായി നമ്മൾ വിശ്വസിക്കുന്നു. പഠനം, ജോലി, ഫോൺ, സന്ദേശങ്ങൾ എല്ലാം ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്ന ആളുകളെ നമ്മൾ അഭിനന്ദിക്കുകയും ചെയ്യും. പക്ഷേ ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒന്നിൽ നമ്മൾ ശരിക്കും ശ്രദ്ധ ചെലുത്തുന്നുണ്ടോ? മനുഷ്യ മനസ്സ് ഒരേ സമയം ഒന്നിലധികം ആഴമുള്ള ചിന്തകൾ കൈകാര്യം ചെയ്യാൻ രൂപകൽപ്പന ചെയ്തതല്ല. നമ്മൾ മൾട്ടി ടാസ്കിംഗ് എന്ന് വിളിക്കുന്നത് യഥാർത്ഥത്തിൽ ടാസ്ക് സ്വിച്ചിങ് ആണ്. ഒരു കാര്യത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് വളരെ വേഗത്തിൽ ചാടൽ. ഈ ഇടയ്ക്കുള്ള ചാടലുകൾ ഓരോ തവണയും നമ്മുടെ ശ്രദ്ധ കുറയ്ക്കും. കാര്യക്ഷമത ഉയരുന്നതിന് പകരം ഊർജവും സമയവും നഷ്ടപ്പെടും. അവസാനം എല്ലാം ചെയ്തു എന്ന തോന്നൽ മാത്രം അവശേഷിക്കും, മികച്ച ഫലം ഉണ്ടാകില്ല. ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓരോ കാര്യത്തിനും നാം നൽകുന്ന ശ്രദ്ധ പകുതിയായി കുറയും. പിഴവുകൾ വർദ്ധിക്കും. ഒരേ ജോലി പൂർത്തിയാക്കാൻ കൂടുതൽ സമയമെടുക്കും, ഒപ്പം ക്ഷീണവും. മൾട്ടി ടാസ്കിംഗ് ചെയ്യുന്നവർ കൂടുതൽ തിരക്കുള്ളവരായി തോന്നും, പക്ഷേ കുറച്ചു കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ പൂർത്തിയാക്കുന്നത്. തിരക്ക് ഇവിടെ ഒരു മായ മാത്രമാണ്. മൾട്ടി ടാസ്കിംഗ് നമ്മളിൽ നിന്ന് ഏറ്റവും വിലപ്പെട്ട ഒന്നാണ് കവർന്നെടുക്കുന്നത്: ഡീപ്പ് ഫോക്കസ്. ഒരേ കാര്യത്തിൽ ദീർഘസമയം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ മാത്രമേ ഗുണമേന്മയുള്ള പ്രവർത്തനം ഉണ്ടാകൂ. സൃഷ്ടിപരമായ ജോലി, പഠനം, പ്രശ്നപരിഹാരങ്ങൾ ഇവയെല്ലാം ആഴത്തിലുള്ള ശ്രദ്ധ ആവശ്യപ്പെടുന്നു. ഇടയ്ക്കിടെ നോട്ടിഫിക്കേഷനുകൾ പരിശോധിക്കുന്ന, സന്ദേശങ്ങൾക്ക് മറുപടി നൽകുന്ന മനസ്സ് ഒരിക്കലും ആ ആഴത്തിലേക്ക് ഇറങ്ങിപ്പോകില്ല. വേഗമല്ല, വ്യക്തതയാണ് വേണ്ടത്. മൾട്ടി ടാസ്കിംഗ് വേഗതയുടെ ഒരു മിഥ്യാഭാവം നൽകും. ഞാൻ വേഗത്തിലാണ് എന്ന് തോന്നും, പക്ഷേ വേഗതയ്ക്ക് അർത്ഥമുണ്ടാകുന്നത് ദിശ ശരിയാണെങ്കിൽ മാത്രമാണ്. ഒരു സമയത്ത് ഒരു കാര്യത്തിൽ മുഴുവൻ ശ്രദ്ധയും നൽകുമ്പോൾ വ്യക്തത വർദ്ധിക്കും, ചിന്തകൾ ക്രമത്തിലാകും, തീരുമാനങ്ങൾ മികച്ചതാകും. ഇതാണ് യഥാർത്ഥ കാര്യക്ഷമത. ദ മിത്ത് ഓഫ് മൾട്ടി ടാസ്കിംഗ് നമ്മളെ പരിചയപ്പെടുത്തുന്നത് സിംഗിൾ ടാസ്കിംഗ് എന്ന ലളിതമായ ആശയത്തിലേക്കാണ്.
ഒരു സമയത്ത് ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അത് തീരുമ്പോൾ മാത്രമേ അടുത്തതിലേക്ക് പോകാവൂ. ഇത് ആദ്യം ബോറടിപ്പിക്കും, പക്ഷേ ഫലങ്ങൾ വ്യക്തമായിരിക്കും. കുറച്ച് സമയം, കുറവ് സമ്മർദ്ദം, മെച്ചപ്പെട്ട നിലവാരം. ഒരേ ജോലി 2 തവണ തിരുത്തേണ്ടി വരാത്തതും വലിയ നേട്ടമാണ്. ദ മിത്ത് ഓഫ് മൾട്ടി ടാസ്കിംഗ് നമ്മളോട് ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്. ഒരേ സമയം എല്ലാം ചെയ്യാൻ ശ്രമിക്കുന്നവൻ അവസാനം ഒന്നും ശരിയായി ചെയ്യില്ല. ശ്രദ്ധ ഒരു പരിമിത വിഭവമാണ്. അതിനെ പകുത്തു നൽകരുത്. ഒരു കാര്യത്തിൽ കേന്ദ്രീകരിക്കുക. ഒരു സമയം, ഒരു കാര്യം, മുഴുവൻ മനസ്സോടെ. അതിലാണ് യഥാർത്ഥ ഉൽപാദനക്ഷമത. ഡെയിലി റൂട്ടീൻ, ദിനചര്യ വിജയത്തിന്റെ അദൃശ്യ ഘടന. വലിയ ലക്ഷ്യങ്ങൾ സ്വപ്നം കാണുന്നവർ പലരും ദിനചര്യയെ അവഗണിക്കും. എന്നാൽ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുന്നത് വലിയ പ്രവർത്തനങ്ങളിലൂടെയല്ല, ദിവസേന ചെയ്യുന്ന ചെറിയ കാര്യങ്ങളിലൂടെയാണ്. ഒരു ദിവസം നമ്മൾ എത്രയോ തീരുമാനങ്ങൾ എടുക്കുന്നു. എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം. ഈ നിരന്തര തീരുമാനങ്ങൾ മനസ്സിനെ ക്ഷീണിപ്പിക്കും. ഇതാണ് ഡിസിഷൻ ഫാറ്റീഗ്. ഒരു നല്ല ഡെയിലി റൂട്ടീൻ ഉണ്ടെങ്കിൽ പല തീരുമാനങ്ങളും മുൻകൂട്ടി നിശ്ചയിക്കപ്പെടും. രാവിലെ എന്തു ചെയ്യണം, ജോലി തുടങ്ങുന്ന സമയം, പഠന സമയം, വിശ്രമ സമയം എല്ലാം വ്യക്തമായിരിക്കുമ്പോൾ മനസ്സ് പ്രധാന കാര്യങ്ങൾക്ക് ഊർജം സംരക്ഷിക്കും. സെൽഫ് ഡിസിപ്ലിൻ നിലനിർത്താൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം റുട്ടീനാണ്. ഓരോ ദിവസവും ഇത് ഇന്ന് ചെയ്യണമോ എന്ന് ചോദിക്കേണ്ടി വരാത്ത ഒരു ഘടന. റുട്ടീൻ ഡിസിപ്ലിനെ സ്വാഭാവികമാക്കുന്നു. ആദ്യഘട്ടത്തിൽ റുട്ടീൻ പാലിക്കുന്നത് ബുദ്ധിമുട്ടായേക്കാം. പക്ഷേ ഒരിക്കൽ അത് ശീലമായാൽ ചെയ്യാതിരിക്കുക തന്നെ അസ്വസ്ഥത ഉണ്ടാക്കും. അപ്പോൾ ഡിസിപ്ലിൻ ഒരു ഭാരമല്ല, അത് സ്വഭാവമാകും. ഒരു ദിവസം എങ്ങനെയാണ് ആരംഭിക്കുന്നത് എന്നത് ആ ദിവസത്തിന്റെ മുഴുവൻ സ്വഭാവം നിർണയിക്കും. അലയുന്ന, തിരക്കുള്ള ഫോൺ കേന്ദ്രിതമായ ഒരു പ്രഭാതം പലപ്പോഴും അസംഘടിതമായ ഒരു ദിനത്തിലേക്ക് നയിക്കും. അതേസമയം ശാന്തമായ, ഉദ്ദേശപൂർവമായ ഒരു പ്രഭാതം ദിനം മുഴുവൻ വ്യക്തത നൽകും. കുറച്ച് നിമിഷങ്ങൾ വായന, എഴുത്ത്, ചിന്ത അല്ലെങ്കിൽ നിശബ്ദത, ഇത്തരം ചെറിയ കാര്യങ്ങൾ പോലും മനസ്സിനെ ക്രമത്തിലാക്കും. ഡെയിലി റൂട്ടീൻ എന്നത് കർശനമായ ഒരു പട്ടികയല്ല, അത് ജീവിതത്തിനനുസരിച്ച് മാറാവുന്ന ഒരു ഘടനയാണ്. എല്ലാ ദിവസവും ഒരേപോലെ ആയിരിക്കണമെന്നില്ല. ചില ദിവസങ്ങളിൽ ഊർജം കുറവായിരിക്കും, ചിലപ്പോൾ കൂടുതൽ. അതുകൊണ്ട് റുട്ടീൻ ഫ്ലെക്സിബിൾ ആയിരിക്കണം. ഒരു ദിവസം പാളിച്ചയുണ്ടായാൽ എല്ലാം ഉപേക്ഷിക്കരുത്. അടുത്ത ദിവസം വീണ്ടും തുടരണം. റുട്ടീന്റെ വിജയം പൂർണ്ണതയിലല്ല, തുടർച്ചയിലാണ്. ഡെയിലി റുട്ടീൻ വലിയ കാര്യങ്ങളാൽ നിറഞ്ഞിരിക്കണമെന്നില്ല. ചെറിയ ശീലങ്ങളാണ് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. ദിവസേന 20 മിനിറ്റ് പഠനം, 10 മിനിറ്റ് ചിന്ത, കുറച്ച് വ്യായാമം, ഇവയെല്ലാം ചെറിയതായാണ് തോന്നുക. പക്ഷേ സമയം പോകുമ്പോൾ ഈ ചെറിയ ശീലങ്ങൾ ഒരാളെ പൂർണ്ണമായി മാറ്റും. റൂട്ടീൻ ഇവിടെ സമയം ഉപയോഗിക്കുന്ന ഒരു മാർഗമല്ല, സ്വഭാവം രൂപപ്പെടുത്തുന്ന ഒരു ഉപാധിയാണ്. മൾട്ടി ടാസ്കിംഗ് ഒഴിവാക്കാൻ റൂട്ടീൻ വളരെ സഹായകമാണ്. ഓരോ സമയത്തിനും ഒരു ഉദ്ദേശമുണ്ടെങ്കിൽ ശ്രദ്ധ ചിതറാൻ സാധ്യത കുറയും. ഇപ്പോൾ ഇതാണ് ചെയ്യേണ്ടത് എന്ന വ്യക്തത മനസ്സിനെ ശാന്തമാക്കും. റൂട്ടീൻ ശ്രദ്ധയെ പരിശീലിപ്പിക്കുന്നു. ഒരേ സമയത്ത് ഒരേ തരത്തിലുള്ള പ്രവർത്തനം ചെയ്യുമ്പോൾ മനസ്സ് അതിന് തയ്യാറാകും. ഇത് ഡീപ്പ് വർക്കിന് വഴിയൊരുക്കും. ദിവസം എങ്ങനെ അവസാനിപ്പിക്കുന്നു എന്നതും പ്രധാനമാണ്. അടുത്ത ദിവസത്തെ ആരംഭത്തെ അത് ബാധിക്കും. ഉറക്കത്തിന് മുൻപുള്ള അവസാന മണിക്കൂർ വളരെ പ്രധാനമാണ്. അശാന്തമായ, സ്ക്രീൻ നിറഞ്ഞ രാത്രികൾ ക്ഷീണിച്ച പ്രഭാതങ്ങൾക്ക് വഴിയൊരുക്കും. മറിച്ച് ശാന്തമായ ഒരു സമാപനം, അല്പം വായന, ചിന്ത, നന്ദി മനസ്സിനും ശരീരത്തിനും വിശ്രമം നൽകും. ജീവിതം അപ്രതീക്ഷിത സംഭവങ്ങളാൽ നിറഞ്ഞിരിക്കാം, പക്ഷേ ദിവസേന ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് നിയന്ത്രിക്കാം. നിങ്ങൾ ദിവസേന എന്തു ചെയ്യുന്നു എന്നതിൽ നിങ്ങൾ ആരായി മാറുന്നു എന്നതിൻ്റെ ഉത്തരമുണ്ട്. ലേൺ ടു സേ നോ, ഇല്ല എന്ന് പറയാനുള്ള ധൈര്യം. സൗഹൃദം, സഹകരണ മനോഭാവം ഇവയെല്ലാം സമൂഹം വിലമതിക്കും. പക്ഷേ എല്ലാത്തിനും യെസ് പറയുന്ന ഒരാൾ പതുക്കെ തൻ്റെ സമയം, ഊർജം, ശ്രദ്ധ എല്ലാം നഷ്ടപ്പെടുത്തുന്നു. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ നിങ്ങളുടെ ജീവിതം തകർക്കരുത്. ഇല്ല എന്ന് പറയാൻ മടിക്കുന്നതിന് പിന്നിൽ പല കാരണങ്ങളുണ്ടാകാം. മറ്റുള്ളവർ വിഷമിക്കുമോ എന്ന പേടി, തെറ്റായി വിലയിരുത്തപ്പെടുമോ എന്ന ആശങ്ക, അവസരങ്ങൾ നഷ്ടപ്പെടുമോ എന്ന ഭയം, ഇതെല്ലാം ചേർന്ന് നമ്മളെ യെസ് എന്ന് പറയാൻ പ്രേരിപ്പിക്കും. പക്ഷേ ഓരോ അനാവശ്യ അതേയും ഒരു പ്രധാന ഇല്ല ആയി മാറുന്നുണ്ട്.
നിങ്ങളുടെ ലക്ഷ്യങ്ങളോട്, നിങ്ങളുടെ വിശ്രമത്തോട്, നിങ്ങളുടെ വളർച്ചയോട്. സ്വന്തം പരിധികൾ നിർണയിക്കുന്നത് പലർക്കും സ്വാർത്ഥതയായി തോന്നും. പക്ഷേ ബൗണ്ടറീസ് ഇല്ലാതെ ജീവിക്കുന്നത് ആത്മനാശമാണ്. സമയം പരിമിതമാണ്, ഊർജം പരിമിതമാണ്, എല്ലാം എല്ലാവർക്കും നൽകാൻ കഴിയില്ല. ഇത്തരം ബൗണ്ടറീസ് ഉണ്ടാകുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന അതേകൾക്ക് മൂല്യം കൂടും. നിങ്ങൾ ചെയ്യുന്ന സഹായങ്ങൾ നിർബന്ധിതമല്ല, നിങ്ങൾ തിരഞ്ഞെടുത്തതായിരിക്കും. ഇല്ല എന്ന് പറയാൻ ദീർഘമായ വിശദീകരണങ്ങൾ ആവശ്യമില്ല. ചിലപ്പോൾ ലളിതമായ ഒരു വാചകം മതി. ഇപ്പോൾ ഇത് ചെയ്യാൻ കഴിയില്ല, ഇതെന്റെ പ്രയോറിറ്റി അല്ല, ഇതെനിക്ക് യോജിക്കുന്നില്ല. ഓരോ അതേയും നിങ്ങളുടെ ശ്രദ്ധയെ പകർത്തിക്കൊണ്ടുപോകുന്നു. പല കാര്യങ്ങളിൽ ശ്രദ്ധ ചിതറുമ്പോൾ ശരിയായ കാര്യങ്ങൾക്ക് സമയം കിട്ടാതെ പോകും. ശ്രദ്ധയെ സംരക്ഷിക്കുന്നത് അലസതയല്ല, അത് ബുദ്ധിയുള്ള ഊർജ ഉപയോഗമാണ്. ആദ്യമായി ഇല്ല എന്ന് പറയുമ്പോൾ അസ്വസ്ഥത തോന്നും, കുറ്റബോധം പോലും ഉണ്ടാകാം. പക്ഷേ സമയം കഴിഞ്ഞാൽ ചില മാറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെടും. നമുക്ക് കൂടുതൽ സമയം ലഭിക്കുന്നു, നമ്മുടെ സമ്മർദ്ദം കുറയുന്നു, നമ്മുടെ പ്രയോറിറ്റികൾ വ്യക്തമാകുന്നു, നമുക്ക് സ്വയം ബഹുമാനം തോന്നുന്നു. നിങ്ങൾ നിങ്ങളുടെ സമയം നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോൾ ജീവിതം കൂടുതൽ നിങ്ങളുടെ നിയന്ത്രണത്തിലാകും. എല്ലായ്പ്പോഴും അതേ പറയുന്ന ബന്ധങ്ങൾ ദീർഘകാലം നിലനിൽക്കണമെന്നില്ല. അവിടെ അടങ്ങിയിരിക്കുന്ന അതൃപ്തി ഒരിക്കൽ പുറത്തു വരും. ഇല്ല എന്ന് സത്യസന്ധമായി പറയുന്ന ബന്ധങ്ങളിലാണ് യഥാർത്ഥ ബഹുമാനം നിലനിൽക്കുന്നത്. എല്ലാത്തിനും അതേ പറയുന്ന ഒരാൾ സ്വന്തം ലക്ഷ്യങ്ങൾക്ക് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ധൈര്യത്തോടെ ഇല്ല എന്ന് പറയുക. അത് നിങ്ങളുടെ ജീവിതത്തിന് നൽകുന്ന ഏറ്റവും വലിയ യെസ് ആയിരിക്കും. ഡോണ്ട് വർക്ക് 24/7. നിരന്തര പ്രവർത്തനം വിജയമല്ല. ഇന്നത്തെ സമൂഹത്തിൽ തിരക്കുള്ളവരെയാണ് വിജയികളായി കണക്കാക്കുന്നത്. എനിക്ക് സമയം ഇല്ല എന്ന വാചകം ഒരു അഭിമാന പ്രകടനമായി മാറിയിരിക്കുന്നു. ഉറക്കം കുറച്ച്, വിശ്രമം മാറ്റിവെച്ച് എല്ലാ സമയവും ജോലി ചെയ്യുന്നവരെ നമ്മൾ മാതൃകകളാക്കി ഉയർത്തുന്നു. പക്ഷേ ഇത്രയും ജോലി ചെയ്തിട്ടും നാം കൂടുതൽ സന്തോഷവാന്മാരായോ, കൂടുതൽ പ്രൊഡക്റ്റീവായോ? ശരീരം ഒരു യന്ത്രമല്ല, മനസ്സ് അനന്തമായി പ്രവർത്തിക്കുന്ന ഒരു എഞ്ചിനുമല്ല. വിശ്രമമില്ലാതെ ജോലി ചെയ്യുമ്പോൾ ആദ്യം ഊർജം കുറയും, പിന്നെ ശ്രദ്ധ കുറയും, ഒടുവിൽ ഉത്സാഹവും പ്രൊഡക്ടിവിറ്റിയും ഇല്ലാതാകും. ബേൺ ഔട്ട് എന്ന അവസ്ഥ ഒരു ദിവസം പെട്ടെന്നുണ്ടാകുന്ന ഒന്നല്ല, ചെറിയ അവഗണനകളുടെ കൂട്ടിച്ചേർക്കലാണ്. ഇന്ന് വിശ്രമിക്കേണ്ട, ഇത് തീർന്നാൽ ഉറങ്ങാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തന്നെ നമ്മളെ ക്ഷീണിപ്പിക്കുന്നു. വിശ്രമം ഉള്ളപ്പോൾ മനസ്സ് കൂടുതൽ വ്യക്തമായിരിക്കും, പ്രശ്നങ്ങൾ വേഗത്തിൽ പരിഹരിക്കപ്പെടും, ആശയങ്ങൾ സ്വാഭാവികമായി ഒഴുകും. അതുകൊണ്ടാണ് ചിലപ്പോൾ ഒരു ഇടവേള എടുത്താൽ നീണ്ട സമയത്തെ കുഴപ്പം ഒരു നിമിഷം കൊണ്ട് പരിഹരിക്കപ്പെടുന്നത്. പലരും വിശ്രമത്തെ അലസതയായി തെറ്റിദ്ധരിക്കുന്നു. ഒന്നും ചെയ്യാതെ ഇരിക്കുന്നത് കുറ്റബോധമുണ്ടാക്കുന്ന അവസ്ഥയായി മാറിയിരിക്കുന്നു. പക്ഷേ വിശ്രമം പ്രവർത്തനത്തിന് വിരുദ്ധമല്ല, അത് പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. ശരിയായ സമയത്ത് വിശ്രമിക്കുന്ന ഒരാൾ ജോലി ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഫലപ്രദമായിരിക്കും. വിശ്രമമില്ലാത്ത പരിശ്രമം ദീർഘകാലം നിലനിൽക്കില്ല. ജീവിതം ജോലി മാത്രമല്ല, ബന്ധങ്ങൾ, ആരോഗ്യം, വ്യക്തിഗത താൽപ്പര്യങ്ങൾ ഇവയെല്ലാം അവഗണിച്ചാൽ ജീവിതത്തിന്റെ അർത്ഥം തന്നെ നഷ്ടപ്പെടും. ഈ അധ്യായം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ബാലൻസ് എന്ന വാക്കിന്റെ പ്രാധാന്യമാണ്. എല്ലാത്തിനും സമയം നൽകാൻ കഴിയില്ല, പക്ഷേ പ്രധാന കാര്യങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ജോലി മാത്രം ചെയ്യുന്നതും വിജയമല്ല. മികച്ച ആശയങ്ങൾ പലപ്പോഴും ജോലി ചെയ്യുന്ന സമയത്തല്ല, വിശ്രമിക്കുന്ന സമയത്താണ് വരുന്നത്. നടക്കുമ്പോൾ, കുളിക്കുമ്പോൾ, ശാന്തമായിരിക്കുമ്പോൾ, മനസ്സ് സ്വതന്ത്രമായിരിക്കുമ്പോൾ സൃഷ്ടിപരത ഉണരും. നിങ്ങളുടെ മനസ്സിന് ശ്വാസമെടുക്കാൻ സമയം കൊടുക്കുക. ദീർഘകാലം നിലനിൽക്കുന്ന വിജയത്തിന് എൻഡ്യൂറൻസ് വേണം. അതിന് ശരിയായ ഊർജ നിർവഹണം അനിവാര്യമാണ്. നിങ്ങളുടെ മൂല്യം നിങ്ങൾ എത്ര സമയം ജോലി ചെയ്യുന്നു എന്നതിലല്ല, നിങ്ങൾ ചെയ്യുന്ന ജോലിയുടെ ഗുണമേന്മയിലാണ്. വിശ്രമം അനുവദിക്കുക, ജീവിതം അനുഭവിക്കുക. നമ്മൾ അനുവദിക്കുന്ന സമയത്ത് മുഴുവൻ ശ്രദ്ധയോടെ ജോലി ചെയ്യുക. അതാണ് സുസ്ഥിരമായ വിജയം. ഡോണ്ട് വെയിറ്റ്. കാത്തിരിപ്പ് ജീവിതമാകരുത്. കാത്തിരിപ്പ് ഒരു സുരക്ഷിത അവസ്ഥയാണ്. തീരുമാനങ്ങൾ എടുക്കേണ്ടതില്ല, ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതില്ല, പരാജയ സാധ്യതയും ഒഴിവാക്കാം. അതുകൊണ്ടാണ് കാത്തിരിപ്പ് പലർക്കും ആശ്വാസകരമായി തോന്നുന്നത്. പക്ഷേ ഈ ആശ്വാസത്തിന് വലിയ വിലയുണ്ട്. അവസരങ്ങൾ നഷ്ടപ്പെടും, സമയം കടന്നുപോകും, ആത്മവിശ്വാസം കുറയും. പലരും ജീവിതത്തിലെ പ്രധാന കാര്യങ്ങൾ മാറ്റിവെക്കുന്നത് ഒരേ വാക്കുപയോഗിച്ചാണ്. ശരിയായ സമയം വന്നാൽ ഞാനത് ചെയ്യാം,
പഠനം തുടങ്ങാം, ആരോഗ്യത്തെ ശ്രദ്ധിക്കാം, സ്വപ്നം പിന്തുടരാം, എല്ലാം നാളെ. പക്ഷേ ആ നാളെ പലപ്പോഴും ഒരിക്കലും വരില്ല. ശരിയായ സമയം എന്നൊന്നില്ല, ഇപ്പോഴാണ് ആ സമയം. ഇനിയും തയ്യാറല്ല എന്ന വാക്കിന് പിന്നിൽ പലപ്പോഴും ഭയമാണ്. പിഴവുണ്ടാകുമോ എന്ന പേടി, പരാജയപ്പെടുമോ എന്ന ആശങ്ക, മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന ഭയം. കാത്തിരിപ്പ് ഈ ഭയങ്ങൾക്ക് ഒരു മറയാണ്. ഭയം മാറിയതിനു ശേഷം പ്രവർത്തിക്കരുത്. പ്രവർത്തിച്ചാൽ മാത്രമേ ഭയം കുറയൂ. ആരംഭം എല്ലായ്പ്പോഴും അപൂർണമായിരിക്കും. എല്ലാം നമുക്കറിയില്ല, എല്ലാത്തിനും നമ്മൾ തയ്യാറല്ല, എല്ലാം നമ്മുടെ നിയന്ത്രണത്തിലുമല്ല. പക്ഷേ നമ്മൾ ആരംഭിക്കുമ്പോൾ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങും. അനുഭവം വരും, വ്യക്തത വരും. ഒരുപാട് പേർ മികച്ച പ്ലാൻ ഉണ്ടാക്കി ഒരിക്കലും ആരംഭിക്കാത്തവരാണ്. അതേസമയം ആരംഭിച്ചവർ വഴിയിൽ തന്നെ പഠിച്ചുകൊണ്ടിരിക്കും. ചെറിയ തുടക്കങ്ങൾ മതി. ഇന്നൊരു പേജ് വായിക്കുക, ഇന്നൊരു പുതിയ കാര്യം പഠിക്കുക, ഇന്ന് ഒരു ചെറിയ ശ്രമം നടത്തുക. ഈ ചെറിയ തുടക്കങ്ങളാണ് കാത്തിരിപ്പിന്റെ ചക്രം തകർക്കുന്നത്. നീങ്ങിത്തുടങ്ങിയാൽ നിൽക്കാനുള്ള മടി കുറയും. നിങ്ങൾ കാത്തിരിക്കുമ്പോൾ സമയം നിങ്ങളെ കാത്തിരിക്കില്ല. അവസരങ്ങൾ വരും പോകും. മറ്റുള്ളവർ നീങ്ങും, നിങ്ങൾ ഒരേ സ്ഥലത്ത് തന്നെ നിൽക്കും. പിന്നീട് വരുന്നത് പശ്ചാത്താപമാണ്. അന്ന് തുടങ്ങിയിരുന്നെങ്കിൽ ഇന്ന് ഞാൻ എവിടെയായിരുന്നേനെ എന്ന ചോദ്യമാവും. ഇപ്പോൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ ഭാവിയിലെ വലിയ മാറ്റങ്ങൾക്ക് അടിത്തറയിടും. പിന്നീട് തുടങ്ങാമെന്ന് കരുതിയ കാര്യങ്ങൾ പലപ്പോഴും തുടങ്ങാതെയേ അവസാനിക്കൂ. അതുകൊണ്ട് പൂർണ്ണത കാത്തിരിക്കരുത്, ഭയം മാറാൻ കാത്തിരിക്കരുത്, ശരിയായ സമയത്തിനായി കാത്തിരിക്കരുത്. ഇപ്പോൾ തുടങ്ങുക, അതാണ് ഏറ്റവും ധൈര്യമായ തീരുമാനം. സറൗണ്ട് യുവർ സെൽഫ് വിത്ത് റൈറ്റ് പീപ്പിൾ. നിങ്ങളുടെ ചുറ്റുമുള്ളവർ നിങ്ങളുടെ ഭാവിയാണ്. നമുക്ക് ചുറ്റുമുള്ള ആളുകളുടെ ചിന്തകൾ, ശീലങ്ങൾ, സമീപനങ്ങൾ ഇവയെല്ലാം നമ്മളെ സ്വാധീനിക്കും. നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും പതുക്കെ നമ്മുടെ സ്വഭാവത്തിന്റെ ഭാഗമാകും. നിങ്ങൾ ആരോടൊപ്പം സമയം ചെലവഴിക്കുന്നു എന്നത് നിങ്ങൾ ആരായി മാറും എന്നതിനെ നിർണയിക്കും. എല്ലാ ആളുകളും ഒരേ തരത്തിലുള്ള സ്വാധീനം ചെലുത്തുന്നില്ല. ചിലരോടൊപ്പം സമയം ചെലവഴിച്ചാൽ മനസ്സ് ഉണരും, ആശയങ്ങൾ വരും, ആത്മവിശ്വാസം വർദ്ധിക്കും. ചിലരോടൊപ്പം ഇരുന്നാൽ ക്ഷീണം തോന്നും, നെഗറ്റിവിറ്റി കൂടും, സംശയം വളരും. റൈറ്റ് പീപ്പിൾ എന്നത് പൂർണ്ണരായ മനുഷ്യരല്ല, നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നവർ, വളർച്ചയെ വിലമതിക്കുന്നവർ, നിങ്ങളുടെ ശ്രമങ്ങളെ ചെറുതാക്കാത്തവർ. ഇവരോടൊപ്പമാണ് നിങ്ങൾ സമയം ചെലവഴിക്കേണ്ടത്. നെഗറ്റീവ് ആളുകൾ ഒരുപാട് ശബ്ദമുണ്ടാക്കില്ല. അവർ നേരിട്ട് നിനക്ക് പറ്റില്ല എന്ന് പറയണമെന്നില്ല. പക്ഷേ അവരുടെ വാക്കുകളിൽ, ചിരികളിൽ, സമീപനങ്ങളിൽ എല്ലായിടത്തും നെഗറ്റിവിറ്റി ഒളിച്ചിരിക്കും. ഇത് നടക്കില്ല, ഇവിടെ അങ്ങനെയൊന്നും പറ്റില്ല, നമ്മൾ എന്ത് ചെയ്യാനാണ്? ഇത്തരം വാക്കുകൾ തുടർച്ചയായി കേൾക്കുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ സ്വപ്നങ്ങൾ സംശയാസ്പദമായി തോന്നും. ഇതാണ് ഏറ്റവും അപകടകരമായ സ്വാധീനം. ശരിയായ ആളുകൾ എല്ലായ്പ്പോഴും നമ്മളെ പ്രശംസിക്കുന്നവരല്ല. അവർ സത്യസന്ധരായിരിക്കും. നിങ്ങൾക്ക് തെറ്റുമ്പോൾ അവർ ചൂണ്ടിക്കാണിക്കും. പക്ഷേ അവിടെ നിന്ദയില്ല, വളർച്ചയ്ക്കുള്ള ആഗ്രഹമാണ് ഉള്ളത്. നിങ്ങളുടെ കഴിവുകൾക്ക് മുന്നിൽ വെല്ലുവിളി ഉണ്ടാക്കുന്നവരും നിങ്ങളുടെ പരിധികൾ വികസിപ്പിക്കാൻ സഹായിക്കുന്നവരുമാണ് ശരിയായ കൂട്ടുകാർ. അവരോടൊപ്പം നിൽക്കുമ്പോൾ നിങ്ങൾ തന്നെ കൂടുതൽ മികച്ചതാകാൻ ശ്രമിക്കും. എനിക്ക് വളരാൻ ആരുടെയും ആവശ്യമില്ല എന്ന ചിന്ത പലർക്കുമുണ്ടാകും. സ്വാതന്ത്ര്യം നല്ലതാണ്, പക്ഷേ ഒറ്റപ്പെടൽ വളർച്ചയ്ക്ക് സഹായകരമല്ല. ഒരാളുടെ കാഴ്ചപ്പാട് പരിമിതമാണ്. മറ്റുള്ളവരുടെ അനുഭവങ്ങളും ചിന്തകളും നമ്മളെ കൂടുതൽ വ്യക്തതയിലേക്കാണ് നയിക്കുന്നത്. നിങ്ങൾ സ്ഥിരമായി സമയം ഇടപെടുന്ന ആളുകളുടെ നിലവാരത്തിലേക്ക് നിങ്ങൾ പതുക്കെ ഉയരും, അല്ലെങ്കിൽ താഴും. അവർ പുസ്തകങ്ങൾ വായിക്കുന്നവരാണെങ്കിൽ നിങ്ങളും വായിക്കാൻ തുടങ്ങും. അവർ എല്ലായ്പ്പോഴും പരാതിപ്പെടുന്നവരാണെങ്കിൽ നിങ്ങളും അതിലേക്ക് വഴുതിപ്പോകും. നിങ്ങളുടെ ചുറ്റുപാട് നിങ്ങൾ തന്നെ തിരഞ്ഞെടുത്തില്ലെങ്കിൽ അത് യാദൃച്ഛികമായി രൂപപ്പെടും, പലപ്പോഴും നിങ്ങളുടെ വളർച്ചയ്ക്ക് വിരുദ്ധമായി. സറൗണ്ട് യുവർ സെൽഫ് വിത്ത് റൈറ്റ് പീപ്പിൾ എന്നത് എല്ലാവരെയും ഉപേക്ഷിക്കണം എന്ന സന്ദേശമല്ല. ചില ബന്ധങ്ങൾ നിർബന്ധിതമാണ്, കുടുംബം, ജോലി, സാഹചര്യങ്ങൾ. പക്ഷേ അവയിൽ നിങ്ങൾ എത്രമാത്രം മാനസിക ഊർജം ചെലവഴിക്കുന്നു എന്നത് നിങ്ങളുടെ നിയന്ത്രണത്തിലാണ്. എല്ലായിടത്തും മുഴുവൻ പങ്കാളിത്തം ആവശ്യമില്ല. ചില ബന്ധങ്ങളിൽ അകലം പാലിച്ചാലും നിലനിൽക്കും. നിങ്ങൾ ഒറ്റയ്ക്ക് മാറുന്നില്ല, നിങ്ങൾ ചുറ്റുമുള്ളവരോടൊപ്പം മാറുകയാണ്. ഡോണ്ട് വറി. അമിത ചിന്ത ജീവിതത്തെ മുന്നോട്ട് നയിക്കില്ല. മനുഷ്യൻ ചിന്തിക്കുന്ന ഒരു ജീവിയാണ്. പക്ഷേ അതേ ചിന്ത തന്നെ നിയന്ത്രണമില്ലാതെ പോയാൽ അവനെ തളർത്തുന്ന ശക്തിയാകും. എന്താകും? പറ്റിയില്ലെങ്കിൽ? ആളുകൾ എന്തു പറയും?
ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മളെ തടസ്സപ്പെടുത്തും. നമ്മൾ ആശങ്കപ്പെടുന്ന കാര്യങ്ങളുടെ വലിയൊരു ഭാഗവും യഥാർത്ഥത്തിൽ സംഭവിക്കാറില്ല. ഭാവിയെക്കുറിച്ചുള്ള ഭയം നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന കഥകളാണ്. അവയ്ക്ക് തെളിവില്ല, ഉറപ്പില്ല, പക്ഷേ നമ്മൾ അവയെ സത്യമായി വിശ്വസിക്കുന്നു. അമിതമായി ചിന്തിക്കുന്ന ഒരാൾ സാധാരണയായി പ്രവർത്തിക്കുന്നില്ല. കുറച്ചുകൂടി ആലോചിക്കാം എന്ന പേരിൽ നാം പല കാര്യങ്ങളും നീട്ടിവെക്കുന്നു. എന്നാൽ ആ ആലോചന പലപ്പോഴും പുരോഗതിയിലേക്കല്ല, ഭയത്തിലേക്കാണ് നയിക്കുന്നത്. ജീവിതത്തിലെ പല കാര്യങ്ങളും നമ്മുടെ നിയന്ത്രണത്തിന് പുറത്താണ്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ, ചില ഫലങ്ങൾ, സാഹചര്യങ്ങൾ, ഇവയെക്കുറിച്ച് ചിന്തിച്ചാൽ ഒരു മാറ്റവും ഉണ്ടാകില്ല. നമ്മുടെ നിയന്ത്രണത്തിൽ ഉള്ളത് നമ്മുടെ ശ്രമം, നമ്മുടെ സമീപനം, നമ്മുടെ അടുത്ത ചുവട്, ഇതെല്ലാമാണ്. ഇതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അമിത ചിന്ത സ്വയം കുറയും. അമിത ചിന്ത നമ്മളെ ഇപ്പോഴത്തെ നിമിഷത്തിൽ നിന്ന് അകറ്റുന്നു. ശരീരം ഇവിടെ ഇരിക്കുമ്പോൾ മനസ്സ് ഭാവിയിൽ ഓടിക്കൊണ്ടിരിക്കും. ഇതാണ് അസ്വസ്ഥതയുടെ പ്രധാന കാരണം. എന്നാൽ ഇപ്പോഴത്തെ നിമിഷത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ മനസ്സിന് ശാന്തത അനുഭവപ്പെടും. അമിത ചിന്ത വരുമ്പോൾ അതിനെതിരെ പോരാടേണ്ടതില്ല, അത് ശ്രദ്ധിക്കുക. അതിന് നമ്മുടെ നിയന്ത്രണം കൊടുക്കരുത്. സ്വയം ചോദിക്കുക, ഇതിപ്പോൾ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒന്നാണോ? ഇതിൽ എനിക്ക് നിയന്ത്രിക്കാവുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഇതിന് ഉത്തരമില്ലെങ്കിൽ ആ ചിന്ത വിട്ടുകളയുക. ഉത്തരമുണ്ടെങ്കിൽ ആ കാര്യം പ്രവർത്തിക്കുക. ശാന്തമായ മനസ്സാണ് മികച്ച തീരുമാനങ്ങൾ എടുക്കുന്നത്, ഭയമുള്ള മനസ്സല്ല. അതുകൊണ്ട് അമിത ചിന്ത കുറയ്ക്കാം. ഇപ്പോൾ ചെയ്യാവുന്ന ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ തിരിക്കാം. ഈ നിമിഷത്തിലേക്ക് ശ്രദ്ധ തിരിക്കാം. ശേഷം ചെറിയ ഒരു സ്റ്റെപ്പ് എടുക്കാം. ഡോണ്ട് വറി, ജസ്റ്റ് മൂവ്. ഡു ദ ഹാർഡ് തിങ് ഫസ്റ്റ്. മനുഷ്യ മനസ്സ് സ്വാഭാവികമായി എളുപ്പം തേടും. കഷ്ടപ്പാട് ഒഴിവാക്കാൻ, അസൗകര്യം പിന്നേക്ക് മാറ്റാൻ, ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ പിന്നീട് ചെയ്യാൻ നമുക്ക് തോന്നും. അതുകൊണ്ടാണ് നമ്മൾ ചെറിയ എളുപ്പമുള്ള ജോലികൾ ആദ്യം ചെയ്യുന്നത്. അവ പൂർത്തിയാകുമ്പോൾ ഒരു താൽക്കാലിക തൃപ്തി ലഭിക്കും. പക്ഷേ ഈ തൃപ്തി നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുമോ? കഠിനമായ ജോലി മാറ്റിവെക്കുമ്പോൾ അത് ഇല്ലാതാകുന്നില്ല, മറിച്ച് അത് മനസ്സിൽ ഭാരം കൂട്ടുന്നു. ചെയ്യാത്ത ജോലികൾ നമ്മളെ പിന്തുടരുന്ന നിഴലുകളാണ്. അവ നമ്മുടെ ശ്രദ്ധ ചിതറിക്കും, നമ്മുടെ ആത്മവിശ്വാസം കുറയ്ക്കും, ദിവസം മുഴുവൻ ഒരു കുറ്റബോധം ഉണ്ടാക്കും. ജോലി ചെയ്യാത്തതിനേക്കാൾ അത് ചെയ്യാതെ ഇരിക്കുന്നതിൻ്റെ ചിന്തയാണ് നമ്മളെ കൂടുതൽ ക്ഷീണിപ്പിക്കുന്നത്. എളുപ്പമുള്ള കാര്യങ്ങൾ നമ്മളെ നിലനിർത്തും, കഠിനമായ കാര്യങ്ങൾ നമ്മളെ വളർത്തും. നമ്മൾ ഭയക്കുന്ന ജോലി, നമ്മൾ ഒഴിവാക്കുന്ന സംഭാഷണം, നമ്മൾ നീട്ടിവെക്കുന്ന തീരുമാനം, ഇവയൊക്കെയാണ് നിങ്ങളുടെ അടുത്ത ലെവലിലേക്കുള്ള കവാടങ്ങൾ. അവ നേരിടുമ്പോഴാണ് നമ്മുടെ കഴിവുകളും ആത്മവിശ്വാസവും വികസിക്കുന്നത്. ദിവസത്തിന്റെ തുടക്കത്തിൽ നമ്മുടെ മനസ്സും ഊർജവും ഏറ്റവും ശക്തമായിരിക്കും. അതിനാൽ ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടുള്ള ജോലി രാവിലെ തന്നെ ചെയ്യുന്നത് വലിയ വ്യത്യാസമുണ്ടാക്കും. കഠിനമായ ജോലി ആദ്യം ചെയ്താൽ ദിനം മുഴുവൻ ഒരു ആശ്വാസം അനുഭവപ്പെടും. ബാക്കി ജോലികൾ എളുപ്പമാകും, ആത്മവിശ്വാസം ഉയരും. ചെറുതായി തുടങ്ങുക. കഠിനമായ ജോലി മുഴുവനായി കാണുമ്പോൾ അത് ഭാരം പോലെ തോന്നും. അതിനാൽ അതിനെ ചെറിയ ഭാഗങ്ങളായി വിഭജിക്കുക. ആദ്യത്തെ ചെറിയ പടി മാത്രം ചെയ്യുക. ആദ്യ പടിയെടുത്താൽ ഭയം കുറയും, ചലനമുണ്ടാകും, തുടർന്നു പോകാനുള്ള ധൈര്യം ലഭിക്കും. പ്രവർത്തനം തന്നെയാണ് പ്രചോദനം ഉണ്ടാക്കുന്നത്. എളുപ്പം മാത്രം തിരയുന്ന ജീവിതം ദീർഘകാലത്തിൽ കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കും. കാരണം പ്രശ്നങ്ങൾ കൂടും, അവസരങ്ങൾ നഷ്ടപ്പെടും, ആത്മവിശ്വാസം ചുരുങ്ങും. അതേസമയം പ്രയാസങ്ങൾ നേരിടാൻ തയ്യാറാകുന്നവർ വേഗത്തിൽ വളരും, സമ്മർദ്ദം കൈകാര്യം ചെയ്യാൻ പഠിക്കും, സ്വയം വിശ്വസിക്കാൻ തുടങ്ങും. ഡു ദ ഹാർഡ് തിങ്സ് ഫസ്റ്റ് എന്നത് ഒരു പ്രൊഡക്ടിവിറ്റി ടിപ്പ് മാത്രമല്ല, അത് ഒരു ജീവിത സമീപനമാണ്. നിങ്ങൾക്ക് ഭയമുള്ളത് ആദ്യം ചെയ്യുക. നിങ്ങൾക്ക് അസൗകര്യമുള്ളതിനെ നേരിടുക. നിങ്ങൾ ഒഴിവാക്കുന്നതിനെ കൈകാര്യം ചെയ്യുക. അപ്പോൾ നിങ്ങൾ കാണും, കഠിനമായത് അത്ര കഠിനമല്ല എന്ന്. നിങ്ങൾ കരുതിയതിലും ശക്തനാണ് എന്ന്. ഡെലിഗേറ്റ്. എല്ലാം നിങ്ങൾ തന്നെ ചെയ്യണമെന്നില്ല. പലർക്കും ഒരു പൊതുധാരണയുണ്ട്, ഞാൻ തന്നെ ചെയ്താൽ മാത്രമേ ശരിയായി നടക്കൂ. ആദ്യം കേൾക്കുമ്പോൾ ഇത് ഉത്തരവാദിത്തം പോലെ തോന്നും. പക്ഷേ യഥാർത്ഥത്തിൽ ഇതൊരു കുടുക്കാണ്. എല്ലാം സ്വന്തം കയ്യിൽ പിടിച്ചു നിർത്താനുള്ള ശ്രമം. ഡെലിഗേഷൻ എന്നാൽ ജോലി ഒഴിവാക്കുക എന്നല്ല. അതിൻ്റെ അർത്ഥം ശരിയായ ആളിന് ശരിയായ സമയത്ത് ശരിയായ ജോലി ഏൽപ്പിക്കുക എന്നതാണ്. എല്ലാം സ്വന്തം കയ്യിൽ പിടിച്ചാൽ നമ്മുടെ സമയം പോകും, ഊർജം ചോരും, പ്രധാന കാര്യങ്ങൾ അവഗണിക്കപ്പെടും. നിങ്ങൾ ചെറിയ ജോലികളിൽ കുടുങ്ങിപ്പോകുമ്പോൾ നിങ്ങളുടെ കഴിവാവശ്യമായ വലിയ തീരുമാനങ്ങൾ പിന്നിലേക്ക് പോകും. ഇതാണ്
വളർച്ച നിൽക്കുന്ന സ്ഥലം. നിങ്ങളുടെ സമയം പരിമിതമാണ്. അത് ചെലവഴിക്കുന്ന ഓരോ ജോലിയും ഒരേ മൂല്യമുള്ളതല്ല. ചില ജോലികൾ നിങ്ങൾ തന്നെ ചെയ്യേണ്ടതാണ്. ചില ജോലികൾ മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയും, പലപ്പോഴും നിങ്ങൾ ചെയ്യുന്നതിനേക്കാൾ നല്ല രീതിയിൽ. ഡെലിഗേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സമയം തിരിച്ചു പിടിക്കുന്നു, നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു, നിങ്ങൾ കൂടുതൽ മികച്ചവനാകുന്നു. ഡെലിഗേഷൻ തടയുന്ന പ്രധാന കാരണം വിശ്വാസക്കുറവാണ്. അവർ ശരിയായി ചെയ്യില്ല എന്ന ചിന്ത. പക്ഷേ ആരെയും വിശ്വസിക്കാതെ പോയാൽ നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ എല്ലാം ചുമക്കേണ്ടി വരും. വിശ്വാസം ഒരു രാത്രിയിൽ ഉണ്ടാകില്ല. ചെറിയ ജോലികളിൽ നിന്നും തുടങ്ങുക, വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകുക, പ്രതികരണങ്ങൾ നൽകുക. പതുക്കെ വിശ്വാസം വളരും. ഡെലിഗേഷൻ നിങ്ങൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്നു. ചിന്തിക്കാൻ, പ്ലാൻ ചെയ്യാൻ, പഠിക്കാൻ, വിശ്രമിക്കാൻ. ഇത് അലസതയല്ല, ദീർഘകാല വിജയത്തിനുള്ള തയ്യാറെടുപ്പാണ്. ഡെലിഗേറ്റ് ചെയ്യുന്നത് നിയന്ത്രണം വിട്ടുകൊടുക്കലല്ല, അത് ശരിയായ കാര്യങ്ങളിൽ നിയന്ത്രണം കേന്ദ്രീകരിക്കുന്നതാണ്. എല്ലാം നിങ്ങൾ ചെയ്യേണ്ടതില്ല. എല്ലാം നിങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങൾ തളർന്നു പോകും. ശരിയായ ജോലി ശരിയായ ആളിന് നൽകുമ്പോൾ നിങ്ങൾ ഉയരും, മറ്റുള്ളവരും ഒപ്പം ഉയരും. ഹൗ ടു ലേൺ എനിത്തിങ് ഫാസ്റ്റർ. എന്തും വേഗത്തിൽ പഠിക്കാം. വേഗത്തിൽ പഠിക്കാൻ ജന്മസിദ്ധമായ ബുദ്ധി വേണമെന്ന ധാരണ തെറ്റാണ്. പഠനം ഒരു കഴിവാണ്. ശരിയായ രീതിയിൽ ചെയ്താൽ ആർക്കും വേഗത്തിൽ പഠിക്കാം. എന്താണ് പഠിക്കേണ്ടത് എന്നതിലുപരി എങ്ങനെ പഠിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ടത്. എല്ലാം ഒരുപോലെ പഠിക്കേണ്ടതില്ല. നമ്മൾ പലപ്പോഴും പഠനം എന്നത് എല്ലാം ആഴത്തിൽ അറിയണം എന്നതുപോലെ കാണുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ എല്ലാ അറിവിനും ഒരേ പ്രാധാന്യമില്ല. ചില ചെറിയ ആശയങ്ങൾ വലിയ ഫലങ്ങൾ ഉണ്ടാക്കും. വേഗത്തിൽ പഠിക്കുന്നവർ ആദ്യം കണ്ടെത്തുന്നത് പ്രധാനപ്പെട്ട 20% ആശയങ്ങൾ, കൂടുതൽ പ്രായോഗികമായ ഭാഗങ്ങൾ. ഇവയാണ് 80% ഫലങ്ങളും നൽകുന്നത്. വായിക്കുക, കേൾക്കുക, കാണുക, ഇതൊക്കെ പഠനമെന്ന് തോന്നാം. പക്ഷെ ഇവ പാസീവ് രീതികളാണ്. പാസീവ് പഠനം കൂടുതൽ സമയമെടുക്കും, ഓർമ്മയിൽ കുറച്ചു മാത്രമേ നിലനിൽക്കൂ. യഥാർത്ഥ പഠനം നടക്കുന്നത് നമ്മൾ എഴുതുമ്പോൾ, നമ്മൾ പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ, നമ്മൾ പ്രയോഗിക്കുമ്പോഴാണ്. പ്രവർത്തനത്തിലൂടെയാണ് അറിവ് ശക്തമാകുന്നത്. അലസത എന്നത് നമ്മൾ പലപ്പോഴും തെറ്റായി മനസ്സിലാക്കുന്ന ഒരു വാക്കാണ്. ഈ പുസ്തകം നമ്മളോട് പറയുന്നത് അലസത എന്നാൽ അലംഭാവമല്ല എന്നാണ്. അതൊരു കലയാണ്. ജീവിതത്തിൽ എല്ലായിടത്തും ഓടിയെത്തേണ്ടതില്ല. എല്ലാം ഉടൻ തന്നെ നേടേണ്ടതില്ല. എല്ലാം നമ്മൾ ഒന്നിച്ച് ചുമക്കേണ്ടതില്ല. ഈ തിരിച്ചറിവാണ് യഥാർത്ഥ അലസത. ഉത്സാഹത്തോടെ പ്രവർത്തിക്കേണ്ട സമയത്ത് പ്രവർത്തിക്കുക. പക്ഷേ ആവശ്യമില്ലാത്ത തിരക്കുകളും സമ്മർദ്ദങ്ങളും വിട്ടൊഴിയുക. അതാണ് ഈ കലയുടെ സാരം. കുറച്ചു ചെയ്യുക, എന്നാൽ അർത്ഥവത്തായി ചെയ്യുക. വിശ്രമം സ്വീകരിക്കുക, കാരണം വിശ്രമം ദൗർബല്യമല്ല, അത് പുതുക്കലാണ്. ജീവിതത്തിന്റെ ഗുണമേന്മ അളക്കുന്നത് നാം എത്ര തിരക്കിലാണ് എന്നതിലൂടെയല്ല, എത്ര സമാധാനത്തിലാണ് എന്നതിലൂടെയാണ്. അതിനാൽ എല്ലായ്പ്പോഴും കൂടുതൽ ചെയ്യാൻ ശ്രമിക്കുന്നതിന് പകരം എന്താണ് പ്രധാനം എന്ന് തിരിച്ചറിയാൻ പഠിക്കുക. അവസാനമായി, ദ ആർട്ട് ഓഫ് ലേസിനെസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്: ജീവിതം ഒരു മത്സരമല്ല, അതൊരു അനുഭവമാണ്. ചിലപ്പോൾ ഒരു നിമിഷം നിർത്തി ശ്വസിക്കുക, ആസ്വദിക്കുക, ചിന്തിക്കുക. അതാണ് യഥാർത്ഥ വിജയം.